ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ഗ്രീൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു തെങ്ങ് വർഗ്ഗത്തെ പറ്റിയാണ്. കൂറ്റനാട് കോമംഗലം പ്രദേശത്ത് ഞങ്ങളുടെ വീട്ടുവളപ്പിൽ നട്ടു വളർത്തിയിട്ടുള്ള മലയൻ ഡ്വാർഫ് എന്ന ഇനത്തിൽപ്പെട്ട കുള്ളൻ തെങ്ങിനം. വളരെ ചെറുതായ ഈ തെങ്ങ് നമുക്കതിൻ്റെ നാളികേരമൊക്കെ നിലത്തുനിന്ന് പൊട്ടിക്കാം. നിലത്തുനിന്ന് ചെറിയൊരു തോട്ടിയുണ്ടെങ്കിൽ പൊട്ടിക്കാം, അല്ലെങ്കിൽ ചെറിയ സ്റ്റൂളോ അല്ലെങ്കിൽ ലാട്ടോ മറ്റോ വെച്ച് പൊട്ടിക്കാം. അപ്പോൾ അങ്ങനെയുള്ള തെങ്ങ്, ആ തെങ്ങ് നമ്മൾ നേരിട്ടൊന്ന് കണ്ടു പരിചയപ്പെടുന്നു, അതിൻ്റെ നാളികേരവും കരിക്കും എല്ലാം വെട്ടി പരിശോധിക്കുന്നു. ഓക്കെ, നമുക്ക് ആ കാഴ്ചകളിലേക്ക് ഇന്ന് പോകാം. ഓക്കെ, ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഈ തെങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനൊരു തെങ്ങുണ്ടെങ്കിൽ, തെങ്ങ് രണ്ടോ മൂന്നെണ്ണമൊക്കെ ഒരു വീട്ടുവളപ്പിലുണ്ടെങ്കിൽ, നമ്മുടെയൊക്കെ ചെറിയ ഹൗസ് പ്ലോട്ടുകളാണല്ലോ, 5 സെൻറ്റ് 10 സെൻറ്റ്, അവിടെയൊക്കെ നമുക്ക് നടാൻ പറ്റിയ തരത്തിലുള്ള ചെറിയൊരു തെങ്ങാണ്. അതുകൊണ്ട് തന്നെ 5-10 സെൻറ്റ് ഒരു 3 തെയ്യ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷം മുഴുവൻ ഉപയോഗിക്കാനുള്ള നാളികേരം ഇതിൽ നിന്ന് കിട്ടും. അങ്ങനെ നമുക്ക് ഒരു കഷ്ടപ്പാടോ ബുദ്ധിമുട്ടില്ലാണ്ട് നാളികേരത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ വീട് സ്വയം പര്യാപ്തമാവാൻ ഈ തെങ്ങ് ഉപകരിക്കും. നോക്കാം, മൂത്തുണ്ടോ നോക്കാം. ഈ കാണുന്ന കൊല മുഴുവൻ മൂത്ത് തന്നെയാണ്. അതിൻ്റെ മുകളിലും ഒക്കെ മൂത്ത് തന്നെ. അപ്പുറത്തെ കയ്യിൽ നോക്കിയാലോ. ഇപ്പം നേരെ കാണുന്നത് എങ്ങനെ ഉണ്ടാവും? അത് കുറച്ച് മൂത്താണോ? അതിൻ്റെ ഇപ്പം എൻ്റെ നേരെ നോക്ക്, ഇതുണ്ടോ ഈ നിൽക്കണ പറഞ്ഞ കണ്ട? ചൂലിട്ട് കാരണം ഇതൊക്കെ നല്ല മൂത്താവും അല്ലേ? ശരി, അപ്പം അത് വേണ്ട. നമുക്കിപ്പോൾ നേരെ കാണുന്നെടുക്കാം. 2 എണ്ണം നിൽക്കുന്നുണ്ടല്ലോ, ആ 2 എണ്ണത്തിന് പറഞ്ഞെടുക്കാൻ പറ്റും. തോട്ടി എത്തില്ല അല്ലേ? ഇപ്പോൾ തോട്ടി എത്തുന്നില്ല. അതിൽ നമ്മൾ ഇപ്പുറത്തൊരു കൊലയുണ്ട്, ആ കൊല നോക്കാൻ പോ. ആ കൊല നോക്കും. മാറിക്കോട്ടെ പെട്ടെന്ന്. മൂത്തോ? മൂത്തുണ്ടാവുമല്ലേ ചിലപ്പോൾ. മൂത്തല്ലേ? കുലുങ്ങുണ്ടോ? കുലുങ്ങുണ്ടെങ്കിൽ ഇപ്പോൾ മൂത്തുണ്ടാവും അല്ലേ? ശരി. അപ്പോൾ നമ്മുടെ സോമനും അകേഷും വന്നിട്ടുണ്ട്. സോമനും അകേഷും വന്നപ്പോൾ അവർ പറഞ്ഞു അവരാ പറമ്പിൽ നിന്ന് അവർ ഇട്ടുതന്നു. സോമൻ്റെ വീടാണത്. സോമേട്ടൻ പിടി. കരിക്ക് എന്ന് പറഞ്ഞേ മുകളിൽ നിൽക്കണ ഈ 2 എണ്ണത്തിൽ പറഞ്ഞാൽ കരിക്കാന്ന് തോന്നുന്നുണ്ട്. അതിലത്തെ അല്ലേ? ഓക്കെ. ഓക്കെ. എന്തായാലും സോമായിട്ട് പറഞ്ഞതിക്ക് പറഞ്ഞു കിട്ടുള്ളൂ. അതായത് ഉണങ്ങിയ തേങ്ങ അതിൻ്റെ ഉള്ളിൽ. അത് ശരി. എവിടെ? അത് ഇതുവരെ കണ്ടില്ല. പറഞ്ഞു കിട്ടുള്ളൂ അതുകൊണ്ട്. ആ കരിക്ക് തന്നെയാണല്ലോ അല്ലേ? ഓക്കെ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ സോമേട്ടൻ രാത്രി ഒരു 7 മണി വരെ നിന്നു. ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് സോമേട്ടൻ്റെ വീടിൻ്റെ പണി നടക്കാം കേട്ടോ മുകളിൽ. അപ്പോൾ അതാണ് പുള്ളി പറഞ്ഞത്, പണിക്കാരുള്ള കാര്യം. ആകേഷാണൊക്കെ മാനേജ് ചെയ്യണത് അല്ലേ? ഓക്കെ. അപ്പോൾ കേസ് നമ്മൾ കരിക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കതൊന്ന് കരിക്ക് പൊളിച്ച് വെക്കാം. ഓക്കെ. അപ്പോൾ കേസ് നമ്മുടെ തേങ്ങയും കരിക്കും ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കരിക്കൊന്ന് വെട്ടി വെക്കാം. തേങ്ങയും ഒന്ന് വെട്ടി വെക്കാൻ അതിൻ്റെ മൂപ്പൊക്കെ ഒന്ന് അറിയാം. അപ്പോൾ കേസ് എന്താ വെച്ചാൽ, നമ്മൾ നാളികേരത്തിൻ്റെ വലിപ്പം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണങ്ങി എന്ന നാളികേരം നമ്മൾ പൊളിച്ച് നോക്കുകയാണ്. കരിക്ക് നമുക്ക് പൊളിച്ച് നോക്കാം. അതായത്
സാധാരണ തെങ്ങിൻ്റെ എന്താണ് 4/1 വലിപ്പമുള്ളൂ. ഇത് നിലത്ത് നിന്ന് തോട്ടി വെച്ച് പൊട്ടിക്കാം, അല്ലെങ്കിൽ ചെറിയ ലാട്ടുണ്ടെങ്കിൽ കൈ കൊണ്ട് തന്നെ നാളികേരം പറിച്ചെടുക്കാവുന്നുള്ളൂ. അങ്ങനെയുള്ള തെങ്ങ്. ചകിരി നാളികേരം നോട്ടെ. സാധാരണ നമ്മുടെ നാടൻ തെങ്ങിൻ്റെയൊക്കെ അതേ വലിപ്പം, ചില സമയത്ത് അതിലേറെ വലിപ്പം കണ്ടിട്ടുണ്ട് ഉള്ള കാണിച്ചാൽ നോട്ടെ. അപ്പോൾ ഗൈസ് സൂപ്പറായിട്ടുണ്ട്. സാധാരണ നാളികേരത്തിൻ്റെ അതേ വലിപ്പമുള്ള നല്ലൊരു നാളികേരം തന്നെയാണ്. നമുക്കിത് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ നാളികേരം പൊട്ടിച്ച് നോക്കുകയാണ്. അടാറ് വെള്ളം ഉണ്ട് കേട്ടോ. ഒരു ഗ്ലാസ്സിൽ കൂടുതൽ വെള്ളം. ഉഗ്രം നാളികേരമാണ്. നല്ല കാമ്പുള്ള നല്ല വലിപ്പമുള്ള നാളികേരം. ഓക്കെ, നമുക്ക് ആ വെള്ളം എന്തുമാത്രം ഉണ്ടെന്ന് നോക്കാം. യെസ്, നമുക്ക് ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയിട്ടുണ്ടായില്ല. മൂന്നാളും ഈ വെള്ളം വീതിച്ച് കുടിക്കാൻ പോകണം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കരിക്ക് പൊട്ടിച്ച് വെക്കും. കരിക്കിൽ എന്തുമാത്രം വെള്ളം ഉണ്ടെന്ന് നോക്കും. അതും ഇങ്ങനെ ഷെയർ ചെയ്ത് കുടിക്കും. ഇപ്പോൾ ഇളനീര് നമ്മൾ വെട്ടി നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ കരിക്ക് നമ്മൾ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. കത്തിക്ക് അത്ര മൂർച്ചയില്ലാത്തതുകൊണ്ട് കുറേ സാഹസപ്പെട്ടു. എത്രയുണ്ട് ഇല്ലേ? ഓട്ടിട്ട് അത്ര ഭംഗിയായിട്ടില്ല. അതുകൊണ്ട് വെള്ളമൊക്കെ സ്ലോ ആയിട്ട് വരട്ടുള്ളൂ. കളയല്ലേ, പോയാ? ഓക്കെ, ഒന്നുകൂടി വലിയ ഓട്ടടാ. ഓക്കെ, ധാരയായിട്ട് വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഇളക്കണ്ട നല്ല ഗുണമുള്ളൂ. കഴിഞ്ഞ ഓക്കെ, ഇതൊരു ഫുൾ ഗ്ലാസ് വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു ഫുൾ ഗ്ലാസ് വെള്ളം നമുക്ക് ഷെയർ ചെയ്തടിക്കാം. നമ്മുടെ ഇളനീര് നമ്മൾ പൊടിച്ചെടുത്തു. നോക്കാം, തുറന്ന് നോക്കാം. അത്യാവശ്യം മൂത്തിട്ടുണ്ട്. കുറച്ചുകൂടി നൈസായി കിട്ടിയിരുന്നത് നന്നായിരുന്നു. നല്ല കുഴപ്പമില്ല, ഇളനീരിൻ്റെ നല്ല ക്വാളിറ്റി ഉണ്ട്. സാധാ നമ്മുടെ നാടൻ തെങ്ങിൻ്റെ പോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു കരിക്ക്. ഇപ്പോൾ നമ്മൾ നേരത്തെ വെട്ടിയ ഉണക്കത്തേങ്ങ ഉണ്ടല്ലോ, അത് ചിരകിയിട്ട് നമ്മൾ എന്താക്കി, കൂവരകി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കൂവ അരകി അതിനകത്ത് തേങ്ങ അരച്ച് ചിരകി ചേർത്തിരിക്കുകയാണ്. നമുക്ക് എന്തായാലും നമ്മുടെ കരിക്കൊന്ന് കഴിച്ചു വെക്കാം. ഓക്കെ.